ഇതാ ചോറുണ്ണാൻ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറിയാണ്. ഇതിലിപ്പോൾ ചെമ്മീൻ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെക്കാറുള്ള ചക്കക്കുരു മാങ്ങക്കറിയില്ലേ, അതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയല്ല ചക്കക്കുരു മാങ്ങാക്കറി വെക്കുന്നതെങ്കിൽ ഈ രീതിയിൽ മാങ്ങ ഒന്നും ഉടയാതെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കും. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പോളം ചക്കക്കുരു കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചക്കക്കുരു നെടുകയായിട്ട് ഇങ്ങനെ 3 കഷ്ണങ്ങളാക്കിയില്ലേ, ആ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാങ്ങയാണെങ്കിൽ ഒരു മീഡിയം സൈസ് മാങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഭാഗം എടുക്കുക. ഇനി ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ചക്കക്കുരുവിന് മാത്രമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരല്പം മുളക് പൊടിയോടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, അതുകൊണ്ടാണ് ഈ ചട്ടിക്കകത്ത് വെച്ചത്. അഥവാ വേകാൻ കൂടുതൽ സമയം വേണ്ടി വരുന്ന ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിപ്പിച്ചിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. കുക്കറിനകത്താണെങ്കിൽ ഇതുപോലെ തന്നെ കുഴയാതെ വേവിച്ചെടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു വിടണേ, ഒത്തിരി അങ്ങ് ഉടയ്ക്കരുത്. ഇതുപോലെ ചട്ടിയുടെ സൈഡ് ചേർത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ചെറുതായിട്ട് ഇത് പൊടിഞ്ഞു വരും. ഇങ്ങനെ ചെയ്യുമ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അഥവാ തേങ്ങ കുറച്ച് അരയ്ക്കുന്നെങ്കിൽ പോലും കറിക്കൊരു ഇച്ചിരി ഒന്ന് കട്ടി കിട്ടും. ആ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ ചക്കക്കുരു നല്ലവണ്ണം വെന്തതിന് ശേഷം വേണം മാങ്ങ ചേർക്കാനായിട്ട്. ഇനി കുറച്ചേറെ കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. മാങ്ങ കുറച്ച് കനത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരു 2 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. മാങ്ങയ്ക്കൂടെ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ, മാങ്ങയ്ക്കൊന്ന് ഉപ്പ് പിടിക്കാനായിട്ട്. ഞാനൊന്ന് തിളച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത്. മാങ്ങ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴാണ് ഞാൻ മാങ്ങയ്ക്ക് വേണ്ടി ഉപ്പിട്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരല്പം കൂടി മാങ്ങ വേകാനായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ച് വേവിക്കാം. മാങ്ങയെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് ഇട്ടിളക്കരെ വെന്തതിന് ശേഷം മാങ്ങ ഉടഞ്ഞു പോകും. ഇതായിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു അരപ്പ് ചേർക്കാനുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട്. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ 2 വെളുത്തുള്ളി ചേർക്കാം, 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, കറിവേപ്പിലയാണ് 2 എടുക്കുന്നുള്ളൂ, ഒരുപാട് അരയ്ക്കണ്ട. ഇനി ഒരല്പം ജീരകമാണ് ചേർക്കുന്നത്. ചിലർ ജീരകം അരയ്ക്കാറില്ല, ജീരകം അരച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. ഇനി നല്ലവണ്ണം അരഞ്ഞു കിട്ടണം. നല്ല മഷി പോലെ അരഞ്ഞെടുക്കുക എന്ന് പറയില്ലേ, നന്നായിട്ട് അരച്ചെടുക്കാം. ചട്ടിയാണ് നല്ല ചൂടാണ്. നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം അരപ്പ് ചേർക്കുക. ഇനി കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ച് അതുകൂടി ചേർക്കാം. അരപ്പിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ് ഉണക്കച്ചെമ്മീൻ പൊടിച്ചതാണ്. 2 തവി ഉണക്കച്ചെമ്മീൻ എടുത്തിട്ട് തലയും മുള്ളുമൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം കഴുകി വെള്ളം വാലാൻ വെക്കുക. വെള്ളം വാർന്നതിന് ശേഷം എണ്ണ ഒഴിക്കാതെ തന്നെ ഫ്രൈ പാനിനകത്തിട്ട് നല്ലവണ്ണം വാർത്തിട്ട് പൊടിച്ചെടുത്ത പൊടിയാണിത്. ഞാൻ ഈ ചാറ് കുറുകിയ ചാറായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 2 സ്പൂണ് ഉണക്കച്ചെമ്മീൻ പൊടി ചേർത്തത്. കുറച്ച് നീട്ടിയെടുക്കാം. തണുത്തതിന് ശേഷം കറി കുറച്ചുകൂടെ കുറുകും. അത് കണക്കാക്കി കുറച്ചുകൂടെ നീട്ടി വേണേ എടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂൺ ഉണക്കച്ചെമ്മീൻ പൊടി ചേർക്കേണ്ടതാണ്. തേങ്ങാരപ്പും ചെമ്മീൻ പൊടി ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കല്ലേ, തേങ്ങ ചേർത്തത് കാരണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതായത് മാങ്ങ ഉടയാതെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കി കുറേ ദിവസത്തിന് സൂക്ഷിച്ച് വയ്ക്കാവുന്ന രീതിയിൽ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെയൊക്കെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 2-3 സ്പൂണ് ചമ്മന്തിപ്പൊടി ചേർത്താലും മതി. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷവും ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ആ ചൂടൊന്ന് കുറയ്ക്കാനായിട്ട്. ഒരു 30-40 സെക്കൻഡ് നേരത്തേനൊന്ന്. ഇനി ഇതിൽ താളിച്ചൊഴിക്കാനായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ചേറെയായിട്ട് ചെറുള്ളി അരിഞ്ഞതും വെറ്റൽമുളകും കറിവേപ്പിലൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ചെറുള്ളി ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുത്ത്
ഗ്യാസ് ഓഫ് ആയതിന് ശേഷം ഒരല്പം കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് ഇളക്കിയാണ് താളിപ്പ്. താളിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 5-10 മിനിറ്റ് നേരത്തിനൊന്ന് മൂടി വയ്ക്കുക ഇതുപോലെ. അതിനുശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നാടൻ കറികളൊക്കെ വെച്ച് കൊടുത്ത് നാടൻ രുചികളൊക്കെ അവരെ പരിചയപ്പെടുത്തുക. ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി, നല്ല ടേസ്റ്റിയാണ്. അപ്പോഴേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.